അപ്പോൾ രാജ്യത്തെ നടുക്കിയ കരിപ്പൂർ വിമാനാപകടം നടന്നിട്ട് ഇന്ന് 5 ആണ്ട്. 2020 ഓഗസ്റ്റ് 7 കനത്ത മഴ പെയ്ത രാത്രിയിലായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. സമാനതകളില്ലാത്ത അന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഉപഹാരമായി നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 21 പേരുടെ ജീവനാണ് ആ രാത്രിയിൽ പൊലിഞ്ഞത്. മറക്കാനാകാത്ത രാത്രി. 100 മീറ്ററോളം താഴേക്കു പതിച്ച വിമാനം വിമാനത്താവളത്തിന്റെ കിഴക്കുഭാഗത്തെ ചെരുവിൽ 3ആയി പിളർന്നു കിടക്കുന്ന കാഴ്ച. എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാനാകാത്ത മണിക്കൂറുകൾ. എന്നാൽ പിന്നീട് കണ്ടത് കൊണ്ടോട്ടി എന്ന നാടിന്റെ സമാനതകളില്ലാത്ത രക്ഷാദൗത്യം. കോവിഡും ക്വാറന്റൈനും വകവയ്ക്കാതെ കനത്ത മഴയിൽ മനുഷ്യർ വാരിപ്പുണർന്ന ആശുപത്രികളിലേക്ക് എത്തിച്ചു. ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു. ആ ദുരന്തത്തിൽ 2 പൈലറ്റുമാരും 19 യാത്രക്കാരും ഉൾപ്പെടെ 21 പേരുടെ ജീവൻ നഷ്ടമായി. 168 പേർക്ക് പരിക്കേറ്റു. ഭൂരിഭാഗം ആളുകൾക്കും എയർ ഇന്ത്യയുടെ നഷ്ടപരിഹാരം ലഭിച്ചവർ നാടിനെ മറന്നില്ല. നഷ്ടപരിഹാരം ലഭിച്ച പരിക്കേറ്റവരും മരിച്ചവരുടെ ബന്ധുക്കളും ഒരു തുക മാറ്റിവെച്ചു. മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നെടിയിരുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആശുപത്രി വളപ്പിൽ തന്നെ ഒരു പുതിയ കെട്ടിടം സഫലമായി. യാത്രക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു വലിയ ശ്രമം. ആ നാട്ടുകാരോട്, ഈ കൊണ്ടോട്ടി പരിസരത്തുള്ള നാട്ടുകാരോട് ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ട്രിബ്യൂട്ടായി യാത്രക്കാർ അവർ കിട്ടിയ ഇൻഷുറൻസ് തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവാക്കി ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന നെടിയിരുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രാത്രി കൂടുതൽ പേർക്ക് അടിയന്തര ചികിത്സ നൽകാമായിരുന്നുവെന്നത് വസ്തുത. ആ തിരിച്ചറിവാണ് ഈ ഉപഹാരം. സെപ്റ്റംബർ ആദ്യവാരം ഉദ്ഘാടനം ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏവരും പകച്ചു നിന്ന ഒരു സമയത്ത് ഒരു നാടെങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു എന്നതിൻ്റെ വരുംകാല സാക്ഷ്യമാണിത്. ഈ കെട്ടിടം ശിരസുയർത്തി നിൽക്കട്ടെ. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.